എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യാതൊരു കാരണവുമില്ലാതെ നിങ്ങളുടെ ആരോഗ്യം തകരുന്നത് എന്തുകൊണ്ടാണ്? ലക്ഷങ്ങൾ വരുമാനമുണ്ടായിട്ടും വീടിനുള്ളിൽ ദാരിദ്ര്യം പെയ്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജീവനേക്കാൾ സ്നേഹിക്കുന്നവർ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നത് വെറും യാദൃച്ഛികമാണോ? ആചാര്യ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഗുപ്തശാസ്ത്രങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാമ്പിന്റെ വിഷത്തേക്കാൾ, കൊടുങ്കാറ്റിലെ ഇടിമിന്നലിനേക്കാൾ ഭയാനകമായ ഒന്ന് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതൊരിക്കലും ശബ്ദമുണ്ടാക്കി വരില്ല. അത് നിങ്ങളുടെ രക്തത്തിലോ ശ്വാസത്തിലോ പടരില്ല. പകരം മറ്റൊരാളുടെ കണ്ണുകളിലൂടെ പുറത്തുവരുന്ന ആ അദൃശ്യ തരംഗങ്ങൾ നിങ്ങളുടെ ഓറയെ തുളച്ചു കയറും. ഇതിനെയാണ് നാം കണ്ണേറ് എന്നും ദൃഷ്ടിദോഷം എന്നും വിളിക്കുന്നത്. ഇത് വെറുമൊരു വിശ്വാസമല്ല, നിങ്ങളുടെ നാശത്തിനായി മറ്റൊരാൾ വിടുന്ന ഒരു സൈക്കോ എനർജി അസ്ത്രമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ പോലും ഇത്തരമൊരു കണ്ണേറ് പതിഞ്ഞിട്ടുണ്ടാകാം. അതാണ് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങൾക്കും കാരണം. ചാണക്യൻ പറയുന്നു, അസൂയക്കാരന്റെ കണ്ണ് പതിഞ്ഞാൽ പാറ പോലും പൊട്ടിപ്പോകും. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ വിജയത്തിലും സന്തോഷത്തിലും അസൂയപ്പെടുന്നവർ നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ തന്നെ ഉണ്ടാകാം. അവരുടെ ഒരു നോട്ടം മതി നിങ്ങളുടെ ജീവിതം തകർക്കാൻ. എന്നാൽ പേടിക്കേണ്ടതില്ല. ചാണക്യൻ ഈ നെഗറ്റീവ് എനർജിയെ തുരത്താൻ ചില രഹസ്യ മാർഗങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് മിനിറ്റ് നീളുന്ന ഈ വീഡിയോയിൽ കണ്ണേറിന് പിന്നിലെ ആ ഭയാനകമായ ശാസ്ത്രത്തെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന 5 അത്ഭുത വിദ്യകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. ഇത് വെറുമൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരു ഇന്ദ്രജാല കവചം തീർക്കാനുള്ള വഴിയാണ്. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും ഇത്തരം കണ്ണേറുകളിൽ നിന്ന് സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ നിമിഷം തന്നെ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓണാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ തുരത്താനുള്ള പവർഫുൾ തന്ത്രങ്ങൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്. തയ്യാറാണോ ആ രഹസ്യങ്ങൾ അറിയാൻ? എങ്കിൽ ഏറ്റവും പേടിക്കേണ്ട ഒന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. പോയിന്റ് 1, കണ്ണേറിന്റെ വൈബ്രേഷൻ സയൻസ്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, അസൂയക്കാരന്റെ കണ്ണു പതിഞ്ഞാൽ പാറ പോലും പൊട്ടിപ്പോകും. ഇതൊരു വെറും അലങ്കാര വാക്കല്ല സുഹൃത്തുക്കളെ, ഇതിന് പിന്നിൽ ഭയാനകമായ ഒരു വൈബ്രേഷൻ സയൻസ് ഉണ്ട്. ചാണക്യന്റെ കാലത്ത് ഇതിനെ ദൃഷ്ടിവിഷം എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ ശരീരം ഒരു ബയോ ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്ക് ചുറ്റും ഏതാനും സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു ഊർജ്ജ വലയമുണ്ട്. ഇതിനെയാണ് ഓറ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് നിങ്ങളോട് കടുത്ത അസൂയ തോന്നുമ്പോൾ അയാളുടെ തലച്ചോറിൽ നിന്ന് അതിശക്തമായ ലോ ഫ്രീക്വൻസി തരംഗങ്ങൾ പുറപ്പെടുന്നു. അയാളുടെ കണ്ണുകൾ ഒരു പ്രൊജക്ടർ പോലെ പ്രവർത്തിച്ച് ഈ നെഗറ്റീവ് തരംഗങ്ങളെ നിങ്ങളുടെ ഓറയിലേക്ക് നേരിട്ട് തൊടുത്തുവിടുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കുമ്പോഴോ നിങ്ങളുടെ ഓറയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ആ വിള്ളലുകളിലൂടെ ഈ അസൂയയുടെ വിഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നു. ഇതിനെയാണ് നമ്മൾ കണ്ണേറ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയൊരു സന്തോഷ വാർത്ത ആരോടെങ്കിലും പങ്കുവച്ചതിന് പിന്നാലെ നിങ്ങൾക്ക് വല്ലാത്ത തലവേദനയോ ക്ഷീണമോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയോ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ട ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയോ വളർത്തുമൃഗങ്ങൾ അകാരണമായി അസുഖം ബാധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് വെറും യാദൃശ്ചികമല്ല. നിങ്ങളുടെ സന്തോഷത്തിന്റെ തിളക്കം കണ്ട് മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട ആ കറുത്ത ഊർജം നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ചാണക്യൻ പറയുന്നു, വിത്മണ്ണിനടിയിൽ ഇരിക്കുന്നതുവരെ അത് സുരക്ഷിതമാണ്. മുളച്ചു വരുമ്പോഴാണ് അത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിങ്ങളുടെ പുതിയ വീടിന്റെ പണി തുടങ്ങുന്നതിന് മുൻപേ അതിന്റെ പ്ലാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ വീടിന്റെ അടിത്തറയിലേക്ക് അസൂയയുടെ ഇടിമിന്നലുകളെ ക്ഷണിക്കുകയാണ്. ഈ നെഗറ്റീവ് വൈബ്രേഷനുകൾ നിങ്ങളുടെ വീടിനുള്ളിലെ വാസ്തു എനർജിയെ പോലും നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ന് ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാളുടെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ കാര്യങ്ങൾ തകിടം മറിഞ്ഞവർ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ അനുഭവം ഒരു പാഠമായി എല്ലാവർക്കും ഉപകരിക്കട്ടെ. ഈ നെഗറ്റീവ് തരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടത്തെയും ഹോർമോൺ നിലയും വരെ ബാധിക്കുമെന്ന് ചാണക്യന്റെ ഗുപ്തതന്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ഓറയെ ഒരു സൈക്കിക് ഷീൽഡ് ഉപയോഗിച്ച് പൂട്ടണം. ആ കവചം എങ്ങനെ തീർക്കാമെന്നും ഈ അദൃശ്യ തരംഗങ്ങളെ എങ്ങനെ തിരിച്ചുവിടാമെന്നും വരും പോയിന്റുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. ജാഗ്രത പാലിക്കുക, കാരണം നിങ്ങളെ നശിപ്പിക്കാൻ ഒരു നോട്ടം മതി. പോയിന്റ് 2, അസൂയക്കാരെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. ആരാണ് നിങ്ങൾക്ക് കണ്ണേറ് നൽകുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മുടെ ശത്രുക്കളാണെന്നാണ്. എന്നാൽ ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ് നിങ്ങളെ ഞെട്ടിക്കും. അരിഷ്ടേഷു ഹി മാംസാദോന്ന ജാനന്തി വിടംബകാഹ, അതായത് കൂടെ നിന്ന് ചിരിക്കുകയും എന്നാൽ നിങ്ങളുടെ മാംസം തിന്നാൻ കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ശത്രുക്കൾ. കണ്ണേറ് നൽകുന്നവർക്ക് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. ചാണക്യന്റെ ഗുപ്തതന്ത്രങ്ങൾ പ്രകാരം ഇവരെ തിരിച്ചറിയാൻ നിങ്ങൾ അവരുടെ വാക്കുകളെയല്ല അവരുടെ ഊർജത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കിട്ടുമ്പോൾ അത് കേട്ട് അമിതമായി ആവേശം കാണിക്കുന്ന ചിലരില്ലേ? അവിടെയാണ് അപകടം. അമിതമായ പുകഴ്ത്തൽ ഒരുതരം എനർജി സക്കിംഗ് തന്ത്രമാണ്. അവർ നിങ്ങളെ പുകഴ്ത്തി നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഓറയെയും അയവുള്ളതാക്കുന്നു. ആ നിമിഷം അവരുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന നെഗറ്റീവ് തരംഗങ്ങൾ അസ്ത്രം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുളച്ചു കയറുന്നു. വിജയിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ അസൂയക്കാരുടെ ഉള്ളിൽ ഒരുതരം ആസിഡ് റിയാക്ഷൻ നടക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഇത് അവരുടെ ശരീര താപനിലയിൽ മാറ്റമുണ്ടാക്കും. നിങ്ങളൊരു നല്ല കാര്യം പറയുമ്പോൾ ഒരാളുടെ കണ്ണ് പെട്ടെന്ന് ചിമ്മുകയോ അവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവർ നിങ്ങളുടെ ഊർജത്തെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് സൈക്കിക് വാമ്പയറിസം എന്ന് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു വിജയം കേട്ടപ്പോൾ സന്തോഷിക്കുന്നതായി അഭിനയിച്ചെങ്കിലും അവരുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കോഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. പേര് പറയേണ്ടതില്ല, പക്ഷേ ആ ഓർമ്മ നിങ്ങളുടെ ഉള്ളിൽ ഒരു കരുതലായിരിക്കട്ടെ. ചാണക്യൻ പറയുന്ന മറ്റൊരു പ്രധാന ലക്ഷണം അനാവശ്യമായ സഹതാപമാണ്. നിങ്ങൾ ചെറിയൊരു പ്രതിസന്ധിയിലാകുമ്പോൾ ഓടിവന്ന് സഹായിക്കുന്നതായി അഭിനയിക്കുകയും ആ സമയം നിങ്ങളുടെ ഓരോ തളർച്ചയും കണ്ട് ഉള്ളിൽ ആസ്വദിക്കുകയും ചെയ്യുന്നവർ. ഇവരുടെ നോട്ടം നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു ശ്മശാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. ഇത്തരക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങൾ പോലും നെഗറ്റീവ് എനർജി വഹിക്കുന്നവയാകാം എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ഒരാൾ തരുന്ന വസ്തു കൈപ്പറ്റുമ്പോൾ നിങ്ങളുടെ കൈകൾ വിറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസൂയയുടെ പ്രതിഫലനമാണ്. ഇങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും എങ്ങനെ മറച്ചുപിടിക്കാം എന്ന് നമ്മൾ അടുത്ത പോയിന്റുകളിൽ ചർച്ച ചെയ്യും. ഓർക്കുക, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ തന്നെയാകാം നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന കണ്ണുകൾ ഒളിഞ്ഞിരിക്കുന്നത്. ജാഗ്രത പാലിക്കുക. പോയിന്റ് 3. ലക്ഷ്യങ്ങളുടെ രഹസ്യ സ്വഭാവം. ആചാര്യ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: മനസാ ചിന്തിതം കർമ്മവാച നൈവ പ്രകാശയേത്. അതായത്, നിങ്ങൾ മനസ്സിൽ കരുതിയ ഒരു കാര്യം അത് പൂർത്തിയാകുന്നതുവരെ വാചികമായി പുറത്തു പറയരുത്. ഇത് കേവലം ഒരു ഉപദേശമല്ല, ഇതൊരു അതിശക്തമായ ഊർജതന്ത്രമാണ്. എന്തുകൊണ്ടാണ് ചാണക്യൻ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്തുന്ന നിമിഷം ആ പദ്ധതിക്ക് ചുറ്റുമുള്ള പ്രൊട്ടക്റ്റീവ് എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ചിന്തയും ഒരു ഊർജ രൂപമാണ്. നിങ്ങൾ ഒരു വലിയ കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ ചിന്തയ്ക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ രൂപപ്പെടും. എന്നാൽ നിങ്ങൾ ഇത് മറ്റൊരാളോട് പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ജനിക്കുന്ന നേരിയൊരു അസൂയ പോലും ആ ചിന്താരൂപത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ചാണക്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴുക്കാത്ത പഴം പറിച്ചെടുക്കുന്നത് പോലെയാണത്. അത് പിന്നെ ഒരിക്കലും മധുരിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നു. അത് ആരോടെങ്കിലും പങ്കുവെച്ചതിന് ശേഷം ആ പ്ലാൻ പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ആ പ്ലാൻ വെളിപ്പെടുത്തിയ വ്യക്തിയുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെട്ട നെഗറ്റീവ് ഫ്രീക്വൻസി നിങ്ങളുടെ ലക്ഷ്യത്തിനു മേൽ ഒരു കരിനിഴൽ വീഴ്ത്തി കഴിഞ്ഞു. ആ നോട്ടം നിങ്ങളുടെ ഭാഗ്യത്തെ അവിടെ വെച്ച് മരവിപ്പിച്ചു കളഞ്ഞു. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ കൊല്ലാൻ പോകുന്നവൻ വാളെടുക്കുന്നത് ശത്രു അറിയരുത്. അതുപോലെ നിങ്ങളുടെ വിജയം ലോകം അറിയേണ്ടത് നിങ്ങൾ അത് നേടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. ഈ വീഡിയോയുടെ ഈ ഭാഗത്ത് നിങ്ങൾ ഒരു കാര്യം സത്യം ചെയ്യണം: നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ അടുത്ത വലിയ നീക്കം, നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങൾ എന്നിവ ഇനി മുതൽ പ്രദർശന വസ്തുക്കളാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്ലാൻ ആരോടെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം അത് നടക്കാതെ പോയിട്ടുണ്ടോ? എങ്കിൽ കമന്റ് ബോക്സിൽ സീക്രട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ആ രഹസ്യം ഇനി നമ്മൾക്കിടയിൽ മാത്രം ഇരിക്കട്ടെ. മറ്റൊരാളുടെ നോട്ടത്തിന് നിങ്ങളുടെ ചിന്താശക്തിയെ മരവിപ്പിക്കാൻ കഴിയും. ഇതിനെയാണ് ചാണക്യൻ ബുദ്ധിഭ്രംശം എന്ന് വിളിച്ചത്. കണ്ണേറിയേറ്റാൽ ആദ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും, തെറ്റായ തീരുമാനങ്ങൾ എടുക്കും, ഒടുവിൽ പരാജയപ്പെടും. നിങ്ങളുടെ പദ്ധതികൾ ഒരു വിത്ത് പോലെയാകട്ടെ. അത് മണ്ണിനടിയിൽ ഇരുട്ടിൽ കിടന്ന് വളരട്ടെ. പുറം ലോകം ആ മരത്തെ കാണുമ്പോൾ അതിൽ ഫലങ്ങൾ നിറഞ്ഞിരിക്കണം. ആ സമയം എത്ര കണ്ണേറുണ്ടായാലും ആ മരത്തെ ഉണക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധ കവചം. പോയിന്റ് 4. ഡിജിറ്റൽ ദൃഷ്ടിദോഷം. ആചാര്യ ചാണക്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം ഇതായിരിക്കും: നിങ്ങളുടെ വിനാശത്തിനുള്ള ആയുധം നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെയുണ്ട്. നമ്മൾ ഇന്ന് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാറ്റസുകൾ ഇടുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ സന്തോഷം ലോകത്തെ അറിയിക്കുകയാണെന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിനെ വിളിക്കുന്നത് സ്വയം വിഷം കുടിക്കുന്ന അവസ്ഥ എന്നാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞു, നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ ചുമരുകൾക്കുള്ളിലിരിക്കട്ടെ. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ ബെഡ്റൂം മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ ഡിജിറ്റൽ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു പുതിയ യാത്ര പോകുന്നതോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുന്നതോ ആയ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അത് ഒരേ സമയം ആയിരക്കണക്കിന് ആളുകളുടെ സ്ക്രീനിൽ എത്തുന്നു. ഈ 1000-ൽ 10 പേർക്കെങ്കിലും നിങ്ങളുടെ ആ സന്തോഷം കണ്ട് കടുത്ത അസൂയ തോന്നിയാൽ എന്ത് സംഭവിക്കും? ചാണക്യന്റെ തന്ത്രങ്ങൾ പ്രകാരം മനുഷ്യന്റെ കണ്ണുകൾ ഒരു ലെൻസ് പോലെയാണ്.
ഈ സ്ക്രീനുകളിലൂടെ നിങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കുന്ന അസൂയക്കാരന്റെ മനസ്സിലെ നെഗറ്റീവ് തരംഗങ്ങൾ ഡിജിറ്റൽ വൈബ്രേഷൻസ് ആയി മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കുന്നു. ഇതിനെയാണ് ആധുനിക കാലത്തെ ഡിജിറ്റൽ ദൃഷ്ടിദോഷം എന്ന് വിളിക്കുന്നത്. ഫോട്ടോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ അകാരണമായ കലഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം പെട്ടെന്ന് തകരുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിജിറ്റൽ കെണിയിൽ വീണു കഴിഞ്ഞു. ചാണക്യൻ ഇന്ന് നമ്മോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഭാഗ്യത്തെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലേലത്തിന് വെക്കുന്നത്? നിങ്ങളിടുന്ന ഓരോ സന്തോഷകരമായ സ്റ്റാറ്റസും നിങ്ങളുടെ ശത്രുവിനുള്ള ക്ഷണക്കത്താണ്. നിങ്ങൾ എത്രത്തോളം ഭാഗ്യവാനാണെന്ന് ലോകം അറിയും തോറും നിങ്ങളുടെ ഭാഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അസൂയക്കാരുടെ നോട്ടം നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് ഓറയ്ക്ക് വിള്ളലുകൾ സംഭവിക്കുന്നു. നിങ്ങളുടെ ലക്ക് ഫാക്ടർ ആ വിള്ളലിലൂടെ ചോർന്നു പോകുന്നു. ചാണക്യൻ പറയുന്ന ഒരു സീക്രട്ട് ഉണ്ട്. പ്രദർശിപ്പിക്കപ്പെടുന്ന ഐശ്വര്യം പകുതി ആയുസ് കുറഞ്ഞവയാണ്. നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ ഇടുന്നതിലൂടെ ആ കുട്ടിക്ക് ലഭിക്കേണ്ട പ്രൊട്ടക്റ്റീവ് എനർജിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഈ ഡിജിറ്റൽ കണ്ണേറ് കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് അകാരണമായ വാശിയോ അസുഖങ്ങളോ വന്നേക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സ്പെഷ്യൽ ഫോട്ടോ ഇട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ മനപ്രയാസമോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഡിജിറ്റൽ ഐ എന്ന് ടൈപ്പ് ചെയ്യൂ. മറ്റുള്ളവർക്കും ഇതൊരു മുന്നറിയിപ്പാകട്ടെ. ഇനി മുതൽ നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ഓർക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളെ നിരീക്ഷിക്കുന്നത് അസൂയക്കാരാണ്. നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം. ചാണക്യൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു, ഫോൺ ഓഫ് ചെയ്യുക, ജീവിതം ഓൺ ചെയ്യുക. നിങ്ങളുടെ ഭാഗ്യം അസൂയക്കാരുടെ വിരൽത്തുമ്പിൽ എത്തിച്ചു കൊടുക്കരുത്. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഭയം നിങ്ങളെ തേടി വരുന്നതിന് മുൻപ് നിങ്ങൾ അതിനെ നശിപ്പിക്കുക. കണ്ണേറും അസൂയയും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദ്വാരമുണ്ടാകണം. ആ ദ്വാരത്തിന്റെ പേരാണ് ഭയം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കണ്ണേറ് പെട്ടെന്ന് ബാധിക്കുന്നത് എന്ന്? ചാണക്യന്റെ ഗുപ്തശാസ്ത്ര പ്രകാരം ഒരാൾക്ക് തന്നിൽ തന്നെ വിശ്വാസമില്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരുടെ നോട്ടത്തെ ഭയപ്പെടുമ്പോഴോ അയാളുടെ ശരീരത്തിലെ ഊർജ്ജ നിലവാരം താഴുന്നു. ഈ താഴ്ന്ന ഫ്രീക്വൻസിയിലേക്കാണ് അസൂയയുടെ വിഷം പെട്ടെന്ന് തുളച്ചു കയറുന്നത്. നമ്മുടെ മനസ്സ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പുറത്തുവിടുന്നത് ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളാണ്. ഈ തരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു വൈബ്രേഷണൽ ഷീൽഡ് തീർക്കുന്നു. അസൂയക്കാരന്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന ലോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഈ കവചത്തിൽ തട്ടിച്ചിതറിപ്പോകും. ചാണക്യൻ പറയുന്നു, സിംഹത്തിന്റെ നടത്തം കണ്ടാൽ തന്നെ പാമ്പുകൾ വഴിമാറും. സിംഹത്തിന് കവചമില്ല, പക്ഷേ അതിന്റെ ആത്മവിശ്വാസം ഒരു വലിയ പ്രതിരോധമാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരുടെ കണ്ണുകളെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ ലോകത്തിലെ ഒരു കണ്ണേറിനും നിങ്ങളെ തൊടാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എനിക്ക് കണ്ണേറ് കിട്ടുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ ശത്രുവിന് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാൻ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ചാണക്യ നീതി പ്രകാരം വിശ്വാസമാണ് ഏറ്റവും വലിയ രക്ഷ. നിങ്ങളുടെ മനസ്സ് ഒരു കോട്ടയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം അവിടുത്തെ കാവൽക്കാരനാണ്. കാവൽക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അസൂയയുടെ കള്ളന്മാർ അകത്ത് കയറും. വിജയിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ചുറ്റും 1000 കണ്ണുകൾ അസൂയയോടെ നോക്കിയാലും അവർ തളരാറില്ല. കാരണം അവർ തങ്ങളുടെ ഊർജത്തെ ഉള്ളിൽ തന്നെ പൂട്ടിവെച്ചിരിക്കുകയാണ്. ചാണക്യൻ പഠിപ്പിക്കുന്ന ഒരു രഹസ്യവിദ്യയുണ്ട്. ഒരാൾ നിങ്ങളെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം നിങ്ങളുടെ നട്ടെല്ല് നിവർത്തിപ്പിടിക്കുക, ശ്വാസം ആഴത്തിലെടുക്കുക. ഇത് നിങ്ങളുടെ ഓറയെ പെട്ടെന്ന് വികസിപ്പിക്കും. ആ വികാസത്തിൽ നെഗറ്റീവ് എനർജി തെറിച്ചു പോകും. ഇന്നു മുതൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ആരെയും ഭയപ്പെടില്ല. എന്റെ ഭാഗ്യം എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് തകർക്കാൻ ആർക്കും കഴിയില്ല. ഈ ആത്മവിശ്വാസമുള്ളവർ മാത്രം കമന്റ് ബോക്സിൽ ഐ എം പ്രൊട്ടക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യൂ. ആ ഒരു വാക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു വലിയ സുരക്ഷാ കവചം തീർക്കും. ഓർക്കുക, കണ്ണേറ് എന്നത് ഒരു ഇരുട്ടാണ്. ആത്മവിശ്വാസം എന്നത് പ്രകാശമാണ്. പ്രകാശമുള്ളിടത്ത് ഇരുട്ടിന് നിലനിൽപ്പില്ല. നിങ്ങൾ ഭയമില്ലാത്തവനാകുക, അപ്പോൾ നിങ്ങൾ അജയ്യനാകും. ചാണക്യന്റെ ഈ തന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. നിങ്ങളുടെ വിജയത്തിന് ആരുടെയും ദൃഷ്ടിയേൽക്കില്ല. ആചാര്യ ചാണക്യൻ ഒരു രഹസ്യം തന്റെ ശിഷ്യന്മാരോട് പങ്കുവച്ചിട്ടുണ്ട്. ഭയം എന്നത് കണ്ണേറിനേക്കാൾ വേഗത്തിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു രോഗമാണ്. പുറമേ നിന്നുള്ള ഒരാളുടെ നോട്ടം നിങ്ങളെ ബാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ നോട്ടത്തെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരു ഭയമുണ്ടാകണം. ഇതിനെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞ മനോഹരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു വനത്തിലൂടെ ഒരു യാത്രക്കാരൻ പോവുകയായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് മുന്നിൽ ഒരു മഹാവ്യാധി പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുപോയ യാത്രക്കാരൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ വ്യാധി മറുപടി പറഞ്ഞു, ഞാൻ ആ നഗരത്തിലേക്ക് പോകുകയാണ്. അവിടെ നിന്ന് എനിക്ക് 500 പേരുടെ ജീവൻ എടുക്കണം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതേ വഴിയിൽ വെച്ച് യാത്രക്കാരൻ വ്യാധിയെ വീണ്ടും കണ്ടുമുട്ടി. അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, നീ കള്ളം പറഞ്ഞു. 500 പേരെ കൊല്ലുമെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ ആ നഗരത്തിൽ 5000 പേരാണല്ലോ മരിച്ചത്. അപ്പോൾ ആ വ്യാധി ശാന്തമായി പറഞ്ഞു, ഇല്ല സുഹൃത്തെ, ഞാൻ 500 പേരെ മാത്രമേ കൊന്നിട്ടുള്ളൂ. ബാക്കി 4500 പേരും മരിച്ചത് എന്നെക്കുറിച്ചുള്ള ഭയം കാരണമാണ്. ഇതാണ് കണ്ണേറിന്റെയും അസൂയയുടെയും യഥാർത്ഥ ശാസ്ത്രം.
മറ്റൊരാളുടെ നോട്ടം നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യത്തെ തകർക്കും എന്ന് നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകരുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭയം നിങ്ങളുടെ ഉള്ളിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനെ മരവിപ്പിക്കുകയും നിങ്ങളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സംഭവിക്കുന്ന ഓരോ തടസ്സവും നിങ്ങൾ കണ്ണേറ് കാരണമാണെന്ന് വിശ്വസിക്കും. ഫലത്തിൽ ആ കണ്ണേറിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങളുടെ സ്വന്തം ഭയം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എനിക്ക് ആരോ കണ്ണേറ് വെച്ചു എന്ന് ചിന്തിച്ച് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രുവിനെ വിജയിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം എന്ന വെളിച്ചം അണയുമ്പോൾ മാത്രമേ കണ്ണേറെന്ന ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരം ലഭിക്കൂ. ചാണക്യൻ പറയുന്നു, ആത്മബലമാണ് ഏറ്റവും വലിയ മന്ത്രം. ഒരാൾ നിങ്ങളെ അസൂയയോടെ നോക്കിയാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അവരെ നേരിടുക. ആ ചിരി നിങ്ങളുടെ ഉള്ളിലെ ഭയമില്ലായ്മയുടെ അടയാളമാണ്. അത് കണ്ടാൽ അസൂയക്കാരന്റെ നെഗറ്റീവ് തരംഗങ്ങൾ അയാളിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതിനെയാണ് റിവേഴ്സ് എനർജി ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓർക്കുക, പുറത്തെ കൊടുങ്കാറ്റിനേക്കാൾ അപകടം കപ്പലിനുള്ളിലെ വിള്ളലാണ്. നിങ്ങളുടെ മനസ്സാകുന്ന കപ്പലിൽ ഭയത്തിന്റെ വിള്ളലുകൾ വീഴാതെ നോക്കുക. ചാണക്യന്റെ ഈ പാഠം ജീവിതത്തിൽ പകർത്തുന്നവനെ തോൽപ്പിക്കാൻ ഒരു അസൂയക്കാരന്റെ കണ്ണുകൾക്കും കഴിയില്ല. ഉള്ളിൽ കരുത്ത് നിറയ്ക്കുക, അപ്പോൾ ലോകം നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. പോയിന്റ് 5. കർമ്മഫലവും ദാനത്തിന്റെ കവചവും. നമ്മൾ ഇതുവരെ കണ്ണേറിന്റെ ഭീകരതയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇതിനെ വേരോടെ പിഴുതെറിയാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ മരുന്ന് എന്താണെന്നറിയാമോ? അത് ദാനമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ദാസാനാം ഭൂഷണം ദാനം. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഭരണവും സംരക്ഷണവും അയാൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് ഹൈ ഫ്രീക്വൻസി പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ ഒരാൾക്ക് ഭക്ഷണം നൽകുകയോ പാവപ്പെട്ടവരെ സഹായിക്കുകയോ ചെയ്യുമ്പോൾ അവർ നൽകുന്ന അനുഗ്രഹം വെറും ഒരു വാക്കല്ല, അത് അതിശക്തമായ ഒരു ഊർജ്ജ തരംഗമാണ്. ഈ പോസിറ്റീവ് തരംഗങ്ങൾ നിങ്ങളുടെ ഓറയെ ഇരുമ്പ് കവചം പോലെ ശക്തമാക്കുന്നു. അസൂയക്കാരന്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന എത്ര വലിയ നെഗറ്റീവ് എനർജിയും ഈ കവചത്തിൽ തട്ടി ചാരമായി പോകും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലോകത്തിലെ വലിയ ധനികർ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്കായി മാറ്റിവെക്കുന്നതെന്ന്? ചാണക്യൻ പഠിപ്പിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത് അസൂയയെ ക്ഷണിച്ചു വരുത്തും. എന്നാൽ ആ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം ദാനം ചെയ്യുമ്പോൾ അത് ആ സമ്പത്തിന് സംരക്ഷണം ഒരുക്കുമെന്നാണ്. ഇതിനെ എനർജി ബാലൻസിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർക്കുന്നു. കണ്ണേറ് മാറ്റാൻ പലരും പല മന്ത്രങ്ങളും ചരടുകളും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നു, ഏറ്റവും വലിയ രക്ഷ നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങൾ ഒരു പക്ഷിക്ക് വെള്ളം നൽകുന്നതോ വഴിയിലുള്ള ഒരു കല്ല് എടുത്തുമാറ്റുന്നതോ ആയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. ഈ പോസിറ്റീവ് കർമ്മങ്ങൾ നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുള്ള പഴയ നെഗറ്റീവ് വൈബ്രേഷനുകളെ കഴുകിക്കളയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന ആ ഒരു സമാധാനം, ആ ഒരു തിളക്കം, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സംരക്ഷണം. ഇന്നു മുതൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു നിശ്ചിത തുകയോ ഭക്ഷണമോ അർഹതപ്പെട്ടവർക്ക് നൽകുമെന്ന് നിങ്ങൾ തീരുമാനിക്കുമോ? അവസാനമായി ഒരു രഹസ്യം കൂടി ചാണക്യൻ പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ദാനം രഹസ്യമായിരിക്കണം. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. ദാനം പ്രദർശിപ്പിക്കുന്നത് വീണ്ടും അസൂയയെ ക്ഷണിച്ചു വരുത്തുകയേയുള്ളൂ. നിശബ്ദമായി നന്മ ചെയ്യുക. പ്രപഞ്ചം നിങ്ങളെ അദൃശ്യമായി സംരക്ഷിക്കും. കണ്ണീരിനെ ഭയപ്പെടേണ്ടതില്ല, പകരം നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ വർദ്ധിപ്പിക്കുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു അസൂയക്കാരന്റെയും നോട്ടം നിങ്ങളുടെ വിജയത്തെ സ്പർശിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണീറും അസൂയയും നിങ്ങളുടെ വളർച്ചയെ തടയാനെറിയുന്ന കല്ലുകളാണ്. പക്ഷേ ചാണക്യൻ പഠിപ്പിക്കുന്നത് ആ കല്ലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ വിജയത്തിന്റെ കോട്ട കെട്ടാനാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ, നിങ്ങളുടെ നിശബ്ദത, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ കർമ്മം, ഇവയാണ് നിങ്ങളുടെ ജീവിതത്തിലെ രക്ഷാകവചങ്ങൾ. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം പടിയിറങ്ങണം. മറ്റൊരാളുടെ നോട്ടത്തിന് നിങ്ങളുടെ ഭാഗ്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന ബോധ്യം നിങ്ങളിൽ ഉദിക്കണം. ഓർക്കുക, ഇരുട്ട് എത്ര കനത്തതായാലും ഒരു ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിന് മുന്നിൽ അത് വഴിമാറും. ആ വെളിച്ചമാകാൻ നിങ്ങൾക്ക് കഴിയണം. ഈ കുറച്ചു മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചത് വെറുതെയല്ല. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരു പോസിറ്റീവ് വലയം നിങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇതുപോലുള്ള ഗൂഢമായ ചാണക്യതന്ത്രങ്ങളും ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങളും ഇനിയും നിങ്ങളിലേക്കെത്താൻ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് നൽകുന്നത് ഒരു വലിയ സൈന്യത്തിന്റെ കരുത്താണ്. ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നെഗറ്റീവ് എനർജിയെ തുരത്താനുള്ള അടുത്ത രഹസ്യം കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കണ്ണേറ് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ നൽകിയ ആത്മവിശ്വാസം താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും മറ്റൊരാൾക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അവരും സംരക്ഷിക്കപ്പെടട്ടെ. നിങ്ങളിൽ ഒരു ചാണക്യൻ ഉണരട്ടെ. നിങ്ങളുടെ പാതകൾ ഐശ്വര്യപൂർണമാകട്ടെ. അടുത്ത വീഡിയോയിൽ ഇതിലും ശക്തമായ മറ്റൊരു രഹസ്യവുമായി ഞാൻ വരും. അതുവരെ ശാന്തമായിരിക്കുക, ശക്തമായിരിക്കുക. നന്ദി.